ഓണായിട്ട് പെങ്ങളങ്ങട് ഭക്ഷണിക്കാൻ നോക്കിയതാണ് നമ്മളെ. പിന്നെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ട ഗൈസ്. ഇവിടെ എത്തി നമുക്ക് ഇറങ്ങി നോക്കാം. എന്നാലും ചോറിനെ വിളിക്കുന്ന സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കട്ടോ എവിടെ എല്ലാവരും ആരും കാണാനില്ലല്ലോ. എല്ലാവരും സിനിമയുടെ മുന്നിലാണ്. വിശന്നിട്ടേ കാത്തിട്ട് നിന്നെ കാണാനുമില്ല. ടി വിയും ഇരുന്ന എന്താണ് എന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു പരിപാടിയായിട്ട് നമ്മൾ വന്നിക്കാണ്. പിന്നിപ്പോ മഴ കാരണം ഞങ്ങള് രാവിലെ പിടുത്ത മഴയായിരുന്നു ഒട്ട ചങ്ങന്മാരെ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഇരുട്ട് പിടിച്ച് വരുന്നുണ്ട്. ഓണം ഏറെക്കുറെ മൂഞ്ചിയ അവസ്ഥയാണ്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വെയിൽ കാണാനൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് പരിപാടികൾ നമുക്ക് പോയി നോക്കി നോക്കാം. സദ്യയിലേക്ക് പോയി നോക്കാം. ഓണയ്ക്ക് ആദ്യം കണ്ട ചിപ്സാ. അപ്പം അത് ലാസ്റ്റ് ആവുന്ന വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. കയ്യും കഴുകി ഞാൻ സദ്യയുടെ അടുത്തേക്ക് പോണ കാഴ്ചട്ടപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. ഇന്ത്യയിൽ എന്തൊക്കെ തരം വിഭവങ്ങൾ ഉണ്ടെന്ന് നോക്കി നോക്കട്ടെ നമുക്ക്. ഒറ്റ നോട്ടത്തിൽ ആദ്യം കണ്ടു ഞാൻ പാലട പായസാട്ടോ. മരത്തിനോട് അത്ര ഇഷ്ടമല്ലെങ്കിലും ഇടക്ക് കുടിക്കാൻ ഇഷ്ടാട്ടോ. പിന്നെ കുറേ വിഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. കണ്ട കാഴ്ചയാണ് ഇപ്പോൾ ഇത്. വരാൻ നേരം വൈകിയെന്നും പറഞ്ഞിട്ട് മൂപ്പർക്ക് സദ്യ വേണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് മൂപ്പര് കഴിക്കണ കാഴ്ചപ്പീ കാണുന്നത് കണ്ടപ്പോൾ മൂപ്പര് ആക്ഷൻ ഇട്ട് കഴിക്കണ കാഴ്ചട്ടപ്പീ കാണുന്നത്. കുറെ ചീത്തൊക്കെ പറഞ്ഞോട്ടോ. എവിടെയും ഇത്ര നേരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്തൊക്കെ കേട്ടിട്ടാണ് ഇപ്പോൾ ഞാനിരിക്കണത്. എന്നെ കാണിച്ചിട്ട് കഴിക്കണ കാഴ്ചട്ടപ്പീ കാണുന്നത്. ഓരോന്നോരോന്നായിട്ട് തുടങ്ങും. ഫസ്റ്റ് തന്നെ എലിശ്ശേരിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് ഭയങ്കര ഫേവറേറ്റ് കേട്ടോ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ മന്തിയും ബിരിയാണിയൊക്കെ കൂടുതൽ ഇഷ്ടം നാടൻ സദ്യ തന്നെയാണ് കേട്ടോ. അതിൻ്റെ തട്ട് താന്നിരിക്കും. നമ്മളിതാ ഒരു പിടി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. മുന്നേ എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി ഓണാശംസകൾ കേട്ടോ. കാരണം സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ നേരം വൈകിയതാണ്. ഞാനിനി ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അവസാനമായിട്ട് അച്ചാറും കൂടി ഇടണ കഴിച്ചിട്ടപ്പോൾ ഈ കാണുന്നത്. എല്ലാം ഇട്ട് നമ്മൾ സാമ്പാർ കഴിക്കണ കഴിച്ചപ്പോൾ ഇതായി കണ്ടുകൊണ്ടിരിക്കണത്. സാമ്പാറും ഒഴിച്ച് നമ്മൾ കുഴച്ചൊരു പിടി പിടിക്കാൻ പോകട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്തോ ഒരു സാധനം കുറവുണ്ട് എന്നുള്ള കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കമൻറ്റ് ആക്കി. അതാ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം രക്ഷയില്ല. വേറെ ലെവലായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയല്ലേ ഇനിയിപ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. സൂപ്പർ. സദ്യയൊക്കെ കഴിച്ച് ഷെയ്സതാ പോവാണ്. ഷെയ്സാരെ വീഡിയോ എടുക്കാറോ. ഷെയ്സ പോയി. ഷെയ്സ് ഡാൻസ് കളിക്കണ്ടോ? ഷെയ്സ ഡാൻസ് കളിക്കണ്ടോ? ഷെയ്സതാ പോണ് കേട്ടോ. ഇതൊക്കെ കഴിച്ച് സത്യം പറഞ്ഞപ്പോൾ ഒരു ഉച്ചമയക്കാവാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. മഴ ഇങ്ങനെ ചാരം കൊണ്ട് നിൽക്കട്ടോ. ഞാൻ സദ്യ കഴിച്ച് വന്നപ്പോഴാണ് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാൻസ് പ്രോഗ്രാം കാണാമെന്ന് വിചാരിച്ചു. അത് ആരുടെന്നല്ലേ ഉണ്ടോക്കാം നമുക്ക്. ഓണം പ്രമാണിച്ചിട്ടേ ഇന്ന് ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡാൻസ് ഒന്ന് കണ്ടോക്കി നോക്കാം. ആരുടെന്നല്ലേ ഞാൻ കാണിച്ചേരേ. ഇതാട്ടോ ഡാൻസ്. പാട്ടൊക്കെ പറ്റില്ല. പാട്ടിച്ചൊക്കെ ബ്രേക്ക് വരും. സോക്സ് ഉണ്ടോ? അല്ലേ സോൾ ഉണ്ടാക്കിയതാട്ടോ. നബിദിനത്തിൽ കിട്ടിയ ബലൂൺ കൊണ്ടുള്ള സോക്സ് ആണ്. അതാ പിന്നെ ചെയ്യുക ഇജാതി ഓരോരോ പരിപാടികളാണ് ഉള്ള കയ്യിൽ. നേരം വഴി സംഭവം 2 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ സദ്യ കഴിച്ചത് കേട്ടോ. പിന്നെ വാങ്ങ് കൊടുത്തപ്പോൾ നമ്മൾ കുറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഓണം കഴിഞ്ഞു എന്ന് പറയാം. ഉറങ്ങി നീച്ചപ്പോഴും മഴ തന്നെ. എന്ത് ചെയ്യും വിട്ടു പോകണ്ട മുമ്പിൽ. ഉച്ചറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ചെറിയ യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ മുകളിലൊക്കെ ഒന്ന് കയറി കിട്ടാം. ആവശ്യം കുടിച്ചാൽ കേട്ടെ പോയി നോക്കാം നമുക്ക്. അവസ്ഥ
പാട്ട് പറ്റി സാധനം പൊളി സാധനമാണ്. ഇപ്പം ഉപയോഗിക്കാറില്ല, ഇതൊന്നും ആരും ഉപയോഗിക്കണില്ല. സംഭവം പൊളി സാധനം കേട്ടോ, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നലെ നബിദിനത്തിൻ്റെ വരുവാണ് കേട്ടോ. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരാണ്. ഓണക്കായിട്ട് എന്തൊക്കെ പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയട്ടാ, നമ്മൾ കമൻ്റാക്കി. നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമ്മളുണ്ട്. പിന്നെ മഴയല്ലേ, നല്ല മഴയാണ്. ഇന്നലെ തുടങ്ങിയ മഴ നബിദിനത്തിന് റാലി അടക്കം ഇവിടെ ക്യാൻസലാക്കി. തൃശ്ശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച വരെ ഓറഞ്ച് അലർട്ടാണ് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഉണ്ടെങ്കിൽ അറിയിക്കും കേട്ടോ. ഇങ്ങനെ വരുമ്പോഴേ വണ്ടിക്ക് എന്താ അറിയില്ല, ചെറിയൊരു സൗണ്ട് വ്യത്യാസം പോലെ തോന്നിയിട്ടാണ്. ഓണക്കായ കാരണം പിന്നെ ഇപ്പോൾ വർക്ക്ഷോപ്പിലൊന്നും ഉണ്ടാവില്ലല്ലോ, ഇത് കഴിഞ്ഞ് കാണിച്ചു നോക്കണം. വണ്ടി എന്താ അറിയില്ല, വരുമ്പോൾ ഒരു സൗണ്ട് വ്യത്യാസമൊക്കെ കണ്ടിട്ടാ. ചെറിയ ലീക്കൊക്കെ കാണാനുണ്ട്. ചിലപ്പോൾ നമ്മൾ ശരിയാക്കിയതാണ് ഇപ്പം അടുത്ത്. എന്താ അറിയില്ല, എന്നാലും ഇപ്പോൾ ഓണക്കായിട്ട് വർഷത്തിൽ ഉണ്ടാവില്ലല്ലോ. എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞാൻ ശ്രദ്ധിച്ചത് ഒരു മാറ്റം. എന്തായാലും ഓണൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ ഉണ്ടാവുള്ളൂ. ഒന്ന് കാണിച്ചു നോക്കാം. എന്തായാലും ഓണക്കായിട്ട് വണ്ടി ഒരു യാത്ര പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. ഇനിയിപ്പോൾ എന്തായാലും കാണിച്ചു നോക്കിയിട്ടേ പോയിട്ടുള്ളൂ. സദ്യ അടിച്ചിട്ട് അമീതൊക്കെ നല്ല ഉറക്കട്ടോ. സദ്യ അടിച്ച് നല്ല ഫിറ്റായി നടക്കണം. നമ്മളിവിടെ കുറേ നേരമായിട്ട് കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം പരിപാടി. അപ്പോൾ ഇതായിരുന്നു പരിപാടി. റോസ് കൊണ്ട് ഇത്തരം ഇതൊക്കെയാണ് പരിപാടി കേട്ടോ. ഒക്കെ ആയിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയട്ടോ. മഴയൊക്കെയാണ് ഇവിടെ, എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി എന്താ അറിയില്ല. അത് മഴ ഇങ്ങനെ പെയ്ത് എന്താ ചെയ്യാൻ പറയും. ട്രൗസർ അവിടെ എടുക്കണ്ടല്ലോ. ആ ബൈക്കിന്റെ മുകളിൽ അത് തുടങ്ങിയതല്ലേ. ഇവിടെ ഒന്നും ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇവരും പറഞ്ഞ നമ്മളെ തിന്നാനാ വരുന്നത് കണ്ടില്ലേ. മഴ പെയ്യുമ്പോൾ എടുത്തിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇടുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പണി. ഇന്ന് നോട്ടാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പോലെ നമുക്ക് കണ്ടില്ലേ, നല്ല മേശരിപ്പാട്ടോ. ഓൾക്കാണി കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞോളാം, ഞാൻ എന്നെ പെണ്ണ് കാണാൻ വന്നതല്ല, അതപ്പോൾ തോണ്ട് കൊടുക്കുന്നതാണ്. ഓണം സത്യം പറയുകയാണെങ്കിൽ മഴ കൊണ്ടുപോയൊരു അവസ്ഥയാണ് അല്ലേ അല്ലേ മഴ കൊണ്ടുപോയൊരു അവസ്ഥയാണ്. എന്തപ്പം ഞാൻ ചെയ്യാം, എങ്ങനെ പോവാ. ണി നാണം കൊണ്ട് നിൽക്കാനും വയ്യ, എവിടെ എവിടെ നിൽക്കാൻ വയ്യ. ഓട്ടം പാച്ചിലും തുടങ്ങി, നല്ല മഴ ആയിരുന്നു കേട്ടോ. ഓണം കൊളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെയ്സയുടെ വണ്ടി ഇത്. എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് അവിടെ അര ഗ്ലാസ് പായസരിക്കുന്നുണ്ട്. അപ്പം അതും കൂടി കുടിച്ചൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് കുടിക്കുന്ന കാഴ്ചയാണ് പീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരം നമുക്ക് അധികം ഇഷ്ടമല്ലെങ്കിലും ഇടയ്ക്കൊരു പാലടപ്പായസം കുടിക്കുക എന്നുള്ളത് ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ ഓണം. സത്യം പറയുകയാണെങ്കിൽ മൂഞ്ചിയുണ്ട്, എങ്കിലും പോയിട്ടില്ല. പകരം നല്ല മഴയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകാനൊരു മൂടില്ല, ഇറങ്ങാനൊരു സുഖമില്ല, എന്താ അറിയില്ല. പിന്നെ വയ്യ, ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ട് മൊത്തത്തിലൊരു സുഖക്കുറവുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ എങ്ങോട്ടും പോയില്ല. നാളെ ഇനിയിപ്പോൾ നോക്കാം. എന്തായാലും 2-3 ദിവസം മഴ ഉണ്ട് എന്നാണ് പറയണത്. അപ്പം എന്താ അറിയില്ല, നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എവിടെയെങ്കിലും പോകണം, ഓണക്കല്ലേ. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത പരിപാടിയായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.